പൈതഗോറസ് തിയറം നോക്കിയിരുന്നു. അതുപോലെ തന്നെ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ, അതിന്റെ എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്. ഇന്ന് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ, അതിന്റെ എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണെന്ന് നമ്മൾ മുന്നേയുള്ള ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതുപോലെ 3 ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, മൂന്ന് സൈഡ്, ഇപ്പൊ എ ബി സി എന്ന് ഞാൻ നെയിം ചെയ്യുന്നു. അപ്പോ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇത് എ ആണെങ്കിൽ ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. അതുപോലെ 3 ഇന്റീരിയർ ആംഗിൾസും സെയിം ആയിരിക്കും അല്ലെ. ഓരോന്നും എത്ര വീതമായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും. അങ്ങനെ ആകുമ്പോഴല്ലേ 3 ഇന്റീരിയർ ആംഗിളോട് കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് വരേണ്ടത്? 180 ആണ് വരേണ്ടത്. അപ്പൊ ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ എത്ര വരും എന്നറിയാവോ? ഇപ്പൊ നമ്മളൊരു പോയിന്റ് എടുക്കുന്നു, ഇങ്ങനൊരു പോയിന്റ് എടുക്കുന്നു. ഇതിന്റെ ആംഗിൾ എത്രയാണ്? ഫുള്ള് ടോട്ടൽ 360 ഡിഗ്രി ആണ് അല്ലെ. 360 ഡിഗ്രി. ഈ ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ആണ്. അത് എങ്ങനെ കിട്ടുന്നത്? ഇപ്പൊ നോക്കൂ, നമ്മൾ ഹാഫ് ആയിട്ട് കിട്ടിയിരിക്കും. അപ്പൊ ഇത് 180, ഇത് 180, ടോട്ടല് 360. ഒരു സർക്കിളിന്റെ അല്ലെ. നോക്കൂ, ഇവിടെ ഹാഫ് സെമി സർക്കിൾ ആയിട്ട് 180, ഇവിടെ 180, ടോട്ടല് 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് എത്ര ആയിരിക്കും? ഇത് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ ഇത് 60 ആണ് നമുക്കറിയാം. ഇതപ്പോൾ എത്ര ആയിരിക്കും? 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി എത്രയാണ്? 120 ഡിഗ്രി ആയിരിക്കും അല്ലേ. വെറുതെ ഒന്ന് പറഞ്ഞതാ, മനസ്സിലായി കാണുന്നത് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുപോലെ എന്താണ്, 3 ഇന്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലാണ് നമ്മൾ പോകുന്നത്. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഏരിയ A is equal to √3a²/4. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഏരിയ A is equal to √3a²/4. അതുപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഉന്നതി h കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ഉന്നതി എന്ന് പറയുമ്പോൾ എന്തോ ഇങ്ങനെ വരും, h. ഉന്നതി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് h is equal to √3a/2. √3a/2. ഇവിടെ a എന്താണ്? a എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ആണ് a എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഏരിയ A is equal to √3a²/4. അതുപോലെ ഉന്നതി h കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് √3a/2. അപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ആണ് a എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് a, b, c ആയാൽ അതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന എന്താണ്? a പ്ലസ് b പ്ലസ് c ആയിരിക്കും അല്ലെ. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് a, b, c ആകാണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും? a പ്ലസ് b പ്ലസ് c ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ ആയിരിക്കും വരുന്നത്? പെരിമീറ്റർ p is equal to a പ്ലസ് a. ഇവിടെ a ആണ്, ഇവിടെ a ആണ്, ഇവിടെ a ആണ് അല്ലെ. a പ്ലസ് എന്തൊരു 3a ആയിരിക്കും. മനസ്സിലായോ? 3a ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലംസിലേക്ക് പോകാം. മനസ്സിലായോ? ഏരിയ A is equal to √3a²/4, ഉന്നതി h is equal to √3a/2. പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് മലയാളത്തിൽ എന്താണ് പറയുന്നത്? സമഭുജ ത്രികോണം അല്ലെ. അപ്പൊ നോക്കാം, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉന്നതിയാണ് 10√3 സെന്റിമീറ്റർ. അപ്പോ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഏരിയ കണ്ടുപിടിക്കണം. എത്രയാണ്? 10√3 സെന്റിമീറ്റർ. ഉന്നതി എന്ന് പറയുമ്പോൾ എന്താണ്? h തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ we have to find area of equilateral triangle. ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഉന്നതിയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? h is equal to √3a/2 ആണ് ഇക്വേഷൻ അല്ലേ. അതാണ് നമുക്കിപ്പോ എത്ര ഉള്ളത്?
√3 എന്നുള്ളത്. അപ്പൊ എച്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം √3a/2 ആണ്. അതാണ് നമുക്ക് 10√3 തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് a കണ്ടുപിടിക്കണം അല്ലെ. a കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ √3a/2 = 10√3. ഇവിടുന്ന് √3 ക്യാൻസൽ ആയി പോകും അല്ലേ. കാര്യം എന്താ, രണ്ട് സമത്തിനിപ്പുറമാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. മനസ്സിലായോ? √3 ക്യാൻസൽ ആയിപ്പോ അപ്പൊ a = എന്തോ വരും 10. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും ഇൻറ്റു n ആകും അല്ലെ. അപ്പൊ എന്തുവരും 20 സെന്റിമീറ്റർ വരും a. മനസ്സിലായോ? നമുക്ക് ഹൈറ്റ് ആയിട്ട് തന്നിട്ട് 10√3 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് ഇക്വേഷൻ നമുക്കറിയാം √3a/2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് which is equal to 10√3 എന്നാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ √3 ക്യാൻസൽ ആയി പോകുമ്പോഴത്തേന് a is equal to ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 അപ്പുറത്ത് പോകുമ്പോൾ 10 × 2 ആകും which is equal to 20 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയ a is equal to എന്ത് വരും? a is equal to നമുക്കറിയാം ഇക്വേഷൻ √3a²/4 ആണ് which is equal to √3/4 into a എത്രയാണ് 20 ആണ് അല്ലെ. 20 യുടെ സ്ക്വയർ, അത് ഞാൻ 20 × 20 എന്ന് എഴുതുന്നു. അപ്പൊ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേനും ഇവിടെ എത്ര വരും 5 വരും. അപ്പൊ എന്തോ വരും 20 × 5 എത്ര വരും 100 വരും. √3 അതുപോലെ 100√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. മനസ്സിലായോ? ഒന്നുമില്ല, നമ്മള് ആ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്തത് ഒരു സമഭുജ ത്രികോണത്തിന്റെ ഹൈറ്റ് h is equal to 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 12 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണം. ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എച്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം √3a/2 ആണ് which is equal to 12 എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. √3a/2 ആണ് എച്ചിന്റെ ഇക്വേഷൻ. അത് 12 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് a equal to എന്ത് വരും? ഇവിടെ a മാത്രം ആവുമ്പോൾ ഡിവൈഡ് ചെയ്തേക്കുന്ന 2 അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ചെയ്യാനാവും. അതേപോലെ ഇൻറ്റു ചെയ്തേക്കുന്ന √3 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും അല്ലെ. അപ്പൊ എന്ത് വരും 12 × 2/√3 എന്നാകും അല്ലെ. ഇനി നോക്കൂ, ഈ 12നെ എനിക്ക് 4 × 3 എഴുതാലോ. 4 × 3 12നെ ഞാൻ 4 × 3 എഴുതി ഇൻറ്റു 2 അതുപോലെ എഴുതി /√3. ഇനി നോക്കൂ 3 എനിക്ക് എങ്ങനെ എഴുതാം? √3 × √3 എഴുതാം അല്ലെ. അപ്പൊ 4 × √3 into 2 the whole divided by √3. അപ്പൊ ഈ √3 അങ്ങ് ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്ത് വരും 8√3 എന്ന് വരും. കണ്ടോ 8√3 സെന്റിമീറ്റർ. മനസ്സിലായോ? നോക്കൂ, ഇവിടെ 12നെ ഞാൻ 4 × 3 എന്ന് എഴുതി. ഇനി ഈ 3യെ ഞാൻ വീണ്ടും എങ്ങനെ എഴുതി? √3 × √3 എന്ന് എഴുതി. അറിയാലോ, √3 × √3 എന്ന് എഴുതി. ഏതിനെ? 3. അപ്പോ ഈ ഒരു √3യും ഡിനോമിനേറ്റർ കിടക്കുന്ന √3 കൂടെ ക്യാൻസൽ ആയി പോയി. നമുക്ക് ബാക്കി ഇവിടെ എന്തുണ്ട്? 4 × 2 8 √3 അതുപോലെ എഴുതി 8√3 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ നമുക്ക് a കിട്ടിയേ 8√3 കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ത്രികോണത്തിന്റെ ഒരു സൈഡ് കിട്ടി. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആണ് അല്ലെ. ഏരിയ a is equal to √3a²/4 which is equal to √3/4 into a². അതായത് 8√3 യുടെ സ്ക്വയർ. 8√3 യുടെ സ്ക്വയർ എന്താ വരും? is equal to √3/4 into 8√3 യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ 64 അല്ലേ. അതേ ഇൻറ്റു എന്താണ് √3 യുടെ സ്ക്വയർ. √3 യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ് അല്ലേ. √3 യുടെ സ്ക്വയർ എന്താണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മള് 4 കൊണ്ട് ക്യാൻസൽ ചെയ്ത് വരും. 1 4 4 24 അല്ലേ. ഈക്വൽ ടു എന്ത് വരും? 48√3 സെന്റിമീറ്റർ സ്ക്വയർ വരും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്കിവിടെ h 12 സെന്റിമീറ്റർ തന്നിരുന്നത്. നമ്മൾ ഒന്നും ചെയ്തില്ല, തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ എന്താണ് മുന്നേറ്റ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് ഒരു സൈഡിന്റെ നീളമായ a കിട്ടി, 8√3 കിട്ടി. അത് നമ്മുടെ ഏരിയയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. √3a²
മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പം കൺഫ്യൂഷൻ വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റൂട്ട് 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണെന്ന് ഞാൻ മുന്നേ ഉള്ള 1-2 ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണെന്ന്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു പ്രോബ്ലമാണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശത്തിന്റെ നീളം അതായത് തൊട്ടു മുന്നേ രണ്ട് പ്രോബ്ലത്തിൽ എച്ച് ആയി തന്നിരുന്നത് നമ്മൾ എ കണ്ടുപിടിച്ചു, സ്മോൾ എ ഒരു സൈഡ് കണ്ടുപിടിച്ചിട്ടാണ് എ കണ്ടുപിടിച്ചത്. ഇവിടെ തന്നിരിക്കുന്നത് എ ആണ് തന്നിരിക്കുന്നത്, സ്മോൾ എ. അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശത്തിന്റെ നീളമാണ് തന്നിരിക്കുന്നത്. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം 4√3 സെന്റിമീറ്റർ ആണ്. 4√3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എച്ച് കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശത്തിന്റെ നീളം തന്നിട്ട് 4√3 ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. ഓക്കെ, ഒന്നുമില്ല, സിംപ്ലി നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കും. എച്ച് is equal to √3a/2 ആണെന്ന് നമുക്കറിയാം. which is equal to √3/2 into a എത്രയാണ്? 4√3 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ 2 4 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 2 വരും. അപ്പൊ 2 into √3 into √3 എത്രയാണ്? 3 ആണ്. നമുക്കറിയാം √3യുടെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. സോ ഇതൊരു 6 സെന്റിമീറ്റർ എന്ന് വരും. എന്തോന്ന്? എച്ച് ഹൈറ്റ് ഉന്നതി 6 സെന്റിമീറ്റർ എന്ന് വരും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഏരിയ is equal to √3a²/4 അല്ലെ? which is equal to √3/4 into a എത്രയാണ്? 4√3 അതിന്റെ സ്ക്വയർ is equal to √3/4 into ഇതിന്റെ സ്ക്വയർ എന്താ വരും? 4ന്റെ സ്ക്വയർ into 4ന്റെ സ്ക്വയർ 4 into 4 എന്ന് എഴുതിയേ. √3യുടെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. അപ്പൊ ഇവിടെ ഒരു 4 കൂടി ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി എന്ത് വരും? 3 12 12√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. മനസ്സിലായോ? ഒന്നും ചെയ്തില്ല, സിംപ്ലി നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു വാല്യൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് ഇന്നിപ്പോ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയും ഹൈറ്റും കാണുന്ന ഇക്വേഷനും അതിന്റെ 2-3 പ്രോബ്ലംസും ആണ് ഇന്ന് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.